പാക് അധീന ജമ്മു കാശ്മീർ അന്നും ഇന്നും എന്നും ഭാരതത്തിൻ്റെതാണെന്ന് പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞിരിക്കുന്നു. രാജ്യത്തിൻ്റെ അഭിമാന ഭൂപ്രദേശമായി നിലകൊള്ളുകയും അതിവേഗം വളരുന്ന ഭാരതത്തിനോടൊപ്പം നിൽക്കാനാണ് പാക് അധീന ജമ്മു കാശ്മീരിലെ ജനങ്ങളും ആഗ്രഹിക്കുന്നത്. പശ്ചിമ ബംഗാളിൽ തെരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കുന്നതിനിടയിലാണ് രാജ്നാഥ് സിംഗ് ഇത്തരം പരാമർശം നടത്തിയത്. ആദ്യം അദ്ദേഹത്തിൻ്റെ പ്രതികരണം കാണാം, ആ പ്രസംഗം കേൾക്കാം. അതിനുശേഷം ജിഷ്ണുവിലേക്ക്. पीओके हमारा था, पीओके हमारा है, पीओके हमारा रहेगा। आप चिंता मत करो, भारत की ताकत बढ़ रही है। भारत का डेवलपमेंट जितनी तेजी के साथ हो रहा है, भारत की प्रतिष्ठा अंतर्राष्ट्रीय जगत में जिस तरीके से बढ़ रही है, भारत की अर्थव्यवस्था जितनी तेजी से आगे बढ़ रही है, अब पीओके के हमारे भाई बहन स्वयं ही मांग करेंगे कि हम भारत के साथ रहना चाहते हैं। ജിഷ്ണു, കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട ആഭ്യന്തരമന്ത്രിയാണെങ്കിലും പ്രതിരോധ മന്ത്രിയാണെങ്കിലും മറ്റു മന്ത്രിമാരും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഇതിപ്പോൾ ഇങ്ങനെ ആവർത്തിക്കുന്നുണ്ട്. പാക് അധീന ജമ്മു കാശ്മീർ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സജീവ ചർച്ചയിലാക്കി അങ്ങനെ നിലനിർത്തുകയാണ്. ജിഷ്ണു, ഉമേഷ്, തീർത്തും നിർണായകമായ പ്രസ്താവന തന്നെയാണ് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ ഭാഗത്തുനിന്ന് പാക് അധീന ജമ്മു കാശ്മീരുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ളത്. അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത് പാക് അധീന ജമ്മു കാശ്മീരുമായി ബന്ധപ്പെട്ട് രാജ്യത്തെ ജനങ്ങൾക്ക് യാതൊരു തരത്തിലുമുള്ള ആശങ്കയുടെ ആവശ്യമില്ല. പാക് അധീന ജമ്മു കാശ്മീർ അന്നും ഇന്നും ഇനി എന്നും ഭാരതത്തിൻ്റെതായി നിലകൊള്ളും എന്നുള്ള പ്രസ്താവനയാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. നിലവിൽ പാക് അധീന ജമ്മു കാശ്മീരിലെ ജനങ്ങൾ പോലും ഭാരതത്തിനൊപ്പം നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത്. രാജ്യം അതിവേഗം വളരുകയാണ്, വികസന കുതിപ്പിലാണ് ഭാരതം. അതുകൊണ്ട് തന്നെ അതിവേഗം വളരുന്ന ഭാരതത്തിനൊപ്പം നിൽക്കാനാണ് പാക് അധീന ജമ്മു കാശ്മീരിലെ ജനങ്ങൾ പോലും ആഗ്രഹിക്കുന്നത് എന്ന പ്രസ്താവനയാണ് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പശ്ചിമ ബംഗാളിലെ തെരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കവേ വ്യക്തമാക്കിയിട്ടുള്ളത്. അദ്ദേഹം നേരത്തെയും ഉമേഷ് സൂചിപ്പിച്ചതുപോലെ സമാനമായ പ്രസ്താവന നടത്തിയിരുന്നു. പാക് അധീന ജമ്മു കാശ്മീർ ഭാരതത്തിൻ്റെതാണെന്നും അത് ഭാരതത്തിൻ്റെ നിയന്ത്രണത്തിലാകും എന്നുള്ള നിർണായകമായ പ്രസ്താവന നേരത്തെയും കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് നടത്തിയിരുന്നു. ആ രാജ്നാഥ് സിംഗിൻ്റെയും ഒപ്പം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയും ഇത്തരത്തിലുള്ള പ്രസ്താവനകൾക്ക് പുറമെ രാജ്യത്തെ പ്രധാനപ്പെട്ട സൈനിക മേധാവികൾ അല്ലെങ്കിൽ ഉന്നത സൈനിക പോസ്റ്റിലിരിക്കുന്ന ആളുകളുടെ പ്രതികരണങ്ങൾ ആ സമയത്ത് വന്നിരുന്നു. അതായത് രാജ്യത്തിൻ്റെ ഭരണ നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്ന് അത്തരത്തിൽ എന്തെങ്കിലും ഒരു സൂചന ലഭിച്ചാൽ പിന്നീട് ഭാരതത്തിൻ്റെ സൈന്യം ഗിൽജിറ്റിലെത്തിയിട്ട് തിരിഞ്ഞു നോക്കും. അതായത് പാക് അധീന ജമ്മു കാശ്മീർ പൂർണ്ണമായും നിയന്ത്രണത്തിലാക്കിയിട്ട് മാത്രമേ പിന്നീട് സൈന്യം വിശ്രമിക്കൂ. അതിനുള്ള പ്രാപ്തി ഇന്ന് ഭാരതത്തിൻ്റെ സൈന്യത്തിനുണ്ട് എന്നുള്ളത് സൈനിക മേധാവിമാരും വ്യക്തമാക്കിയിരുന്നു. ഏതായാലും തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലാണ് ഇപ്പോൾ ഒരു നിർണായകമായ പ്രസ്താവന വീണ്ടും കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. ഇന്ന് അദ്ദേഹം സിയാച്ചിനിൽ സൈനിക മേധാവികളുമായും ഒപ്പം ഉന്നത സൈനിക ഉദ്യോഗസ്ഥരുമായും കൂടിക്കാഴ്ച നടത്താനിരിക്കുകയാണ്. അതിന് തൊട്ടു മുൻപായിട്ടാണ് ഇത്തരത്തിൽ പാക് അധീന ജമ്മു കാശ്മീർ എന്നും ഭാരതത്തിൻ്റെതായിരിക്കുമെന്നും അവിടുത്തെ ജനങ്ങൾ പോലും ഇപ്പോൾ അതിവേഗം വളരുന്ന ഭാരതത്തിനൊപ്പം നിൽക്കാനാണ് ആഗ്രഹിക്കുന്നതെന്നും വ്യക്തമാക്കിയത്. ഉമേഷ്.